ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനൊരു സ്നാക്ക് ഐറ്റം ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതാണ് ബ്രെഡ് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ നോക്കാം. ഫസ്റ്റ് നമുക്ക് ബ്രെഡ് വേണം, ഓയിൽ വേണം, ബ്രെഡ് ക്രംസ് വേണം, പിന്നെ നമ്മൾ ചിക്കൻ മസാല വേണം, പിന്നെ മുട്ട വേണം, പിന്നെ നമുക്ക് ഉപ്പ് വേണം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 2 ബ്രെഡ് എടുത്തിട്ട് നമ്മളത് 4 പീസാക്കി കുഞ്ഞാക്കി കട്ട് ചെയ്യണം. ഞാനിവിടെ 6 പീസ് ബ്രെഡ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് മുട്ട പൊട്ടിച്ച് ഇത്തിരി ഉപ്പിട്ട് ചിക്കൻ മസാല ഇട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം. അതൊരു വെയിറ്റ് ചെയ്യൂ. മുട്ട അങ്ങോട്ട് പൊട്ടുന്നില്ല. അടുത്തത് നമ്മൾ വളരെ ഗംഭീരമായി തകർത്താം. മോളെ, എൻ്റെ അസിസ്റ്റൻ്റ് ഇവിടെ കൊണ്ട് കാണിച്ചു കൊടുക്കൂ. എൻ്റെ അസിസ്റ്റൻറ്റിന് ഇനി നമ്മൾ കുറച്ച് ഉപ്പിടാൻ പോവുകയാണ്. മസാല ആവശ്യമില്ല. ഇത്രയും മതി നമുക്ക് കേട്ടോ. ഇനി അത് മിക്സ് ചെയ്തെടുക്കാം. വീട്ടിലില്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്വന്തം സ്പൂൺ വെച്ചാണ് മിക്സ് കുഞ്ഞാറ്റയുടെ സ്പെഷ്യൽ റെസിപ്പി അവർക്ക് മാത്രമേ ഉണ്ടാക്കാൻ സ്നാക്ക് ഐറ്റം. കുഞ്ഞാറ്റ ചില ബ്രാൻഡ് സിറ്റുവേഷനിൽ കുഞ്ഞാറ്റ സ്ഥിരം ഉണ്ടാക്കാറുള്ള കുഞ്ഞാറ്റയുടെ സ്വന്തം ഓക്കെ. അത് ഇഷ്ടപ്പെട്ടില്ല എനിക്ക്. അപ്പം ഇത് ശരി, അത് നല്ലോണം മിക്സ് ചെയ്യും. കുറച്ച് മിക്സ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ നമ്മളതിനെ മുട്ടയൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ബ്രെഡ് ക്രംസ് പ്ലേറ്റ് വെക്കാൻ പോകുന്നത്. ഞാൻ പറയുന്നിടത്തോട് ഞാൻ പറഞ്ഞു. ഞാൻ ഇതങ്ങോട്ട് മാറ്റി വെച്ചില്ലെങ്കിൽ നമുക്ക് മുട്ട കിട്ടത്തില്ല. സോ നമ്മളിത് ഇത് ബ്രെഡ് ക്രംസ് അസിസ്റ്റന്റ് എനിക്ക് പറയുന്നില്ല. ഓക്കെ, മതിയെ തോന്നുന്നില്ലേ? കൈ മാറ്റി തന്നെ. ഓക്കെ, ബ്രെഡ് ക്രംസ്. ഇനിയൊക്കെ എന്ത് ചെയ്യാൻ പറയാൻ? ഇനി നമുക്ക് ഫസ്റ്റ് പാനിലോട്ട് ഓയിൽ ഒഴിക്കാം. ഓക്കെ, പാൻ എടുത്തു, എണ്ണ ഒഴിക്കേ. പാൻ എണ്ണയൊക്കെ ഒഴിച്ചു ഒഴിക്കേ. എണ്ണയാണ് മതി. നമ്മൾ ഓയിൽ ഒഴിച്ചു. ഇനി അത് തിളച്ചേർണം. ഇനി ബ്രെഡ് നമ്മൾ മുട്ടയിൽ മിക്സ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോയി ബ്രെഡ് ക്രമിൽ എന്നിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിലിട്ട് മിക്സ് ചെയ്തെടുക്കും. വെരി ഗുഡ് ഗേൾ. അങ്ങനെ ഈ ഇരിക്കുന്ന ബ്രെഡെല്ലാം അങ്ങനെ ചെയ്തിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ പാനിലോട്ട് വേണം. ഇനി അപ്പോൾ നമുക്ക് ഈ ഡിഷ് ഉണ്ടാക്കിക്കണം. ഇനി നമുക്കിത് ഫ്രൈ ആയിട്ട് വെയിറ്റ് ചെയ്ത് അടുത്തതും ഇതിനകത്തോട്ട് ഇടാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ബ്രെഡ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. സൂപ്പറാണ്.
ടേസ്റ്റർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.